കർണാടകയിലെ ചിത്രദുർഗയിൽ ബസ്സിന് തീപിടിച്ച് 13 മരണം. കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെയാണ് ബസ്സിന് തീപിടിച്ചത്. 20-ലധികം പേർക്ക് പൊള്ളലേറ്റു. രാകേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, വലിയ അപകടമാണ്. നേരത്തെ മരണസംഖ്യ ഒക്കെ വലിയ തോതിൽ ഉയർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തൊക്കെയാണ് അവസാനത്തെ വിവരങ്ങൾ? രഞ്ജിത്ത്, വലിയ അപകടമാണ്. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലെ ഹിരിയൂരിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അത് ദേശീയപാതയാണ്. ദേശീയപാത 48-ലാണ് ഈ അപകടം നടക്കുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ബംഗളൂരുവിൽ നിന്ന് ശിവമൊഗ്ഗയിലേക്ക് വരികയായിരുന്ന സ്ലീപ്പർ ബസ് അപകടത്തിൽപ്പെട്ടത്. അതായത് എതിർദിശയിൽ വന്നിരുന്ന കണ്ടെയ്നർ ലോറി, ആ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡർ മറികടക്കുകയും അതിനുശേഷം ഈ ബസ്സിൽ കൂട്ടിയിടിക്കുകയുമായിരുന്നു. ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ ബസ്സിന് തീ പിടിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പ്രദേശത്തെ കടകളിലുള്ളവരാണ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 32 യാത്രക്കാർ ഈ ബസ്സിലുണ്ടായിരുന്നു. പുലർച്ചെ 3 മണിയായതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാം തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു. ഇതാണ് മരണസംഖ്യ ഉയരാനുള്ള കാരണമായി ഇപ്പോൾ പറയുന്നത്. കാരണം 13 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പോലീസ് അത്തരം കാര്യമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 12 പേർ ബസ്സിലെ യാത്രക്കാരാണ്. ട്രക്ക് ഡ്രൈവറും മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ അടുത്തുള്ള ആശുപത്രികളിൽ ഇപ്പോൾ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പലർക്കും വലിയ തോതിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇവർ പലരുടെയും നില ഗുരുതരമാണെന്നുകൂടി ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സീബേർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തു. അതാണ് മരണസംഖ്യ ഉയരാൻ കാരണമായി ഏതായാലും ഇപ്പോൾ പറയുന്നത്. ഏതായാലും സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രഞ്ജിത്ത്, വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. 13 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. കർണാടകയിലെ ചിത്രദുർഗയിലാണ് ഈ അപകടം സംഭവിച്ചത്.